വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം മൊഴി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തി. ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. ശാലിനി ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രധാന പ്രതിയായിട്ടുള്ള അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെഞ്ഞാറമൂട് പോലീസിന് മുൻപാകെ ഹാജരായിട്ടുള്ളത്. ഇന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്താൻ എത്തണമെന്ന് വെഞ്ഞാറമൂട് പോലീസ് അബ്ദുൾ റഹീമിനെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അല്പസമയം മുമ്പ് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. എത്തി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം. ഇതിനുശേഷം അദ്ദേഹം തിരികെ അഫാന്റെ ഉമ്മ ആശുപത്രിയിൽ കഴിയുന്ന വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം മാധ്യമങ്ങളുമായി പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ കേസിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാണ് കേസിന്റെ പ്രധാന കാരണം എന്നുള്ളതും, ഒപ്പം തന്നെ കൊലപാതകം നടത്താനുള്ള പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ അത് സ്ഥിരീകരിക്കാനും ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നലെ രാവിലെയോടുകൂടി തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയ അബ്ദുൾ റഹീമിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഏതൊക്കെ തരത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്, ഒപ്പം തന്നെ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച കാര്യങ്ങൾ അഫാൻ പറഞ്ഞിട്ടുണ്ടോ, അതുമായിട്ട് എന്തെങ്കിലും തരത്തിൽ പിതാവിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് ചോദിച്ചറിയുന്നത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഉമ്മ അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക ബാധ്യത മൂലമാണ് എന്നുള്ളതാണ് പോലീസിന് മുൻപാകെ അഫാൻ നൽകിയിട്ടുള്ള മൊഴി. പക്ഷെ പോലീസ് ഈ ഘട്ടത്തിലും അത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്കോ വിശ്വാസയോഗ്യമായോ എടുത്തിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. എന്തായാലും അഫാന്റെ പിതാവ് കഴിഞ്ഞ 7 വർഷത്തിന് ശേഷമാണ് ഇന്നലെയോടുകൂടിയാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം യാത്രാരേഖകളടക്കം പുതുക്കാൻ കഴിയാതെ ദമാമിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ചില സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടൽ തുടർന്ന് ഇന്നലെ രാവിലെയോടുകൂടി അദ്ദേഹം തലസ്ഥാനത്ത് എത്തിയത്. എന്തായാലും അതിനുശേഷം അദ്ദേഹം പോലീസിനെ കാണണം, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പോലീസ് ഈ അന്വേഷണ സംഘവും ചോദിച്ചറിയുകയാണ്. എന്തായാലും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനിൽ നമ്പ്യാർ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം മൊഴി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തി. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഹാജരാകണം എന്ന നിർദ്ദേശം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എത്തിയത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ ആയുധം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം. ഗവർണർ അജയ് ഭല്ല, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു.